നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ എന്ന സെഗ്മെൻറ്റാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ രണ്ടാമത്തെ വീഡിയോയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കേരളീയത്തിൻ്റെ ഭാഗമായി 67ാമത് കേരളപ്പിറവി ദിനത്തിൽ എത്ര ഭാഷകളിൽ ജനങ്ങൾ വീഡിയോ സന്ദേശത്തിലൂടെ ആശംസകൾ നേർന്നതിനാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത്? 67 ഭാഷകൾ. 67 ഭാഷകളിലാണ് കേരളീയത്തിൻ്റെ ഭാഗമായി കേരളപ്പിറവി ദിനത്തിൽ 67 ഭാഷകളിൽ ആശംസകൾ നേർന്നതിനുള്ള റെക്കോർഡ് നേടിയത്. ഇനി നമുക്ക് നവകേരള സദസ്സിനെ കുറിച്ച് നോക്കാം. നവകേരള നിർമ്മിതിയുടെ ഭാഗമായി ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച് ഭരണ പുരോഗതി വിലയിരുത്താനും ജനാഭിപ്രായം തേടാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലങ്ങൾ സന്ദർശിക്കുന്ന പരിപാടിയാണ് നവകേരള സദസ്സ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കേരള നിർമ്മിതിയുടെ ഭാഗമായി ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച് ഭരണ പുരോഗതി വിലയിരുത്തുവാനും ജനാഭിപ്രായം തേടാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലങ്ങൾ സന്ദർശിക്കുന്ന പരിപാടിയാണ് നവകേരള സദസ്സ്. ആരാണ് നിയോജക മണ്ഡലങ്ങൾ സന്ദർശിക്കുന്നത്? മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ജനാഭിപ്രായം തേടാനായിട്ട് നിയോജക മണ്ഡലങ്ങൾ സന്ദർശിക്കുന്ന പരിപാടിയാണ് നവകേരള സദസ്സ്. 2023 നവംബർ 18 കാസർഗോഡ് മഞ്ചേശ്വരം പൈവളികയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത നവകേരള സദസ്സ് 2023 ഡിസംബർ 23 തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ സമാപിച്ചു. അപ്പോൾ നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്തതെന്നാണ് 2023 നവംബർ 18. 2023 നവംബർ 18 നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്തത്. 2023 നവംബർ 18 എവിടെ വെച്ചായിരുന്നു? കാസർഗോഡ് മഞ്ചേശ്വരത്തെ പൈവളിക എന്ന സ്ഥലത്താണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നവകേരള സദസ്സ് 2023 നവംബർ 18 കാസർഗോഡ് മഞ്ചേശ്വരത്തുള്ള പൈവളികയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്തത്. 2023 ഡിസംബർ 23 തിരുവനന്തപുരത്തുള്ള വട്ടിയൂർക്കാവിൽ നവകേരള സദസ്സ് സമാപിച്ചു. ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് നവകേരള സദസ്സൊക്കെ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ്. മനസ്സിരുത്തി പഠിച്ചോളുക. ഇനി നമുക്ക് വന്ദേ ഭാരതിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. കേരളത്തിൻ്റെ വന്ദേ ഭാരത്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് റൂട്ട് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25 വന്ദേ ഭാരത്, കേരളത്തിൻ്റെ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തതാരാണ്? നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. 2023 ഏപ്രിൽ 25 വന്ദേ ഭാരത് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൻ്റെ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലൂടെയുള്ള വന്ദേ ഭാരത് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 ഏപ്രിൽ 25. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പക്ഷേ PSC തരുന്ന ഓപ്ഷൻ എ പ്രധാനമന്ത്രി ആയിരിക്കില്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നായിരിക്കും. നമ്മൾ പോയി ട്രാപ്പിൽ ചാടും. മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രിയാണ് വന്ദേ ഭാരത് ട്രെയിൻ 2023 ഏപ്രിൽ 25 ഉദ്ഘാടനം ചെയ്തത്. വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ജില്ലകൾ 12 ജില്ലകളിലൂടെയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് കടന്നു പോകുന്നത്. ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിലൂടെയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് കടന്നു പോകാത്തത്. അപ്പോൾ ഇടുക്കിയിലും വയനാട്ടിലും റെയിൽവേ ഇല്ല, അതുകൊണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സും ഇല്ല. അങ്ങനെ ചിന്തിച്ചാൽ മതി. കേരള വന്ദേ ഭാരതിൻ്റെ പുതിയ ലോഗോയാണ് കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി. നീല വെള്ള നിറങ്ങളാണ് ഒന്നാം വന്ദേ ഭാരതിന് ഉള്ളത്. കേരളത്തിൽ കാസർഗോഡ് നിന്ന് ആലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്കുള്ള രണ്ടാം വന്ദേ ഭാരത് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2023 സെപ്റ്റംബർ 24. 2023 സെപ്റ്റംബർ 24 പ്രധാനമന്ത്രി നരേന്ദ്രമോദി
രണ്ടാം വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തത്? അപ്പോൾ എന്നാണ്? 2023 സെപ്റ്റംബർ 24. ഒന്നാമത്തെ എന്നായിരുന്നു? 2023 ഏപ്രിൽ 25. രണ്ടാമത്തത് 2023 സെപ്റ്റംബർ 24. ഏപ്രിൽ 25 സെപ്റ്റംബർ 24. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? രണ്ട് വന്ദേ ഭാരതും ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഓറഞ്ച്, ചാര നിറം, വെള്ള എന്നിവയാണ് രണ്ടാം വന്ദേ ഭാരതിൻ്റെ നിറം. അപ്പോൾ രണ്ടാമത്തെ വന്ദേ ഭാരതത്തിൻ്റെ നിറം എന്താണ്? ഓറഞ്ച്, ചാര, വെള്ള. ഓറഞ്ച്, ചാര, വെള്ള. ഇനി നമുക്ക് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നമുക്കൊന്ന് നോക്കാം. തൊഴിലുറപ്പ് പദ്ധതിയിൽ സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന ലക്ഷ്യം കൈവരിച്ച ആദ്യ സംസ്ഥാനം കേരളം. നമ്മുടെ സ്വന്തം കേരളമാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന ലക്ഷ്യം കൈവരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന ലക്ഷ്യം കൈവരിച്ച ആദ്യ സംസ്ഥാനം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? അതും നമ്മുടെ സ്വന്തം കേരളമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിച്ച ആദ്യ സംസ്ഥാനം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കുള്ള പുതുക്കിയ വേതനം 346 രൂപ. 346 രൂപ. 2024 ഏപ്രിൽ 1 മുതലാണ് ഈ പുതുക്കിയ വേതനം നിലവിൽ വന്നത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കുള്ള പുതുക്കിയ വേതനമാണ് 346 രൂപ. മുൻപ് 333 രൂപയായിരുന്നു. 13 രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയത്. എത്രയാണ്? 13 രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് ഹരിയാനയിലാണ്. ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് എവിടെയാണ്? ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത്. സിക്കിമിലെ 3 പഞ്ചായത്തുകളിലും 374 രൂപയാണ് വേതനം. സിക്കിമിലെ 3 പഞ്ചായത്തുകളിലും 374 രൂപയാണ് വേതനം നൽകുന്നത്. എന്തിനാണ്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ. അപ്പോൾ ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ് ഏറ്റവും കുറവ് വേതനം. 234 രൂപയാണ്. 234 രൂപ. ഇനി കേരളീയം ഒന്ന് നോക്കാം. കേരളപ്പിറവി ആഘോഷത്തിൻ്റെ ഭാഗമായി കേരള വികസന മാതൃകയെ ലോകശ്രദ്ധയിൽ എത്തിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയുടെ പേരാണ് കേരളീയമൊക്കെ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് കേരളീയം. അപ്പം എല്ലാവരും ഇത് മനസ്സിരുത്തി ഒന്ന് പഠിച്ചോളുക. കേരളപ്പിറവി ആഘോഷത്തിൻ്റെ ഭാഗമായി കേരള വികസന മാതൃകയെ ലോകശ്രദ്ധയിൽ എത്തിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയാണ് കേരളീയം. 2023 നവംബർ 1 മുതൽ 7 വരെ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ വേദികളിലായാണ് പ്രഥമ കേരളീയം പരിപാടി നടന്നത്. അപ്പോൾ പ്രഥമ കേരളീയം പരിപാടി നടന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ വേദികളിൽ. അപ്പോൾ എന്ന് തൊട്ടാണ്? 2023 നവംബർ 1 മുതൽ നവംബർ 7 വരെ. അപ്പോൾ കേരളീയം പരിപാടി ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2023 നവംബർ 1 മുതൽ നവംബർ 7 വരെയായിരുന്നു. ഏത് ജില്ലയിലായിരുന്നു? തിരുവനന്തപുരം ജില്ലയിൽ. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ബോസ് കൃഷ്ണമാചാരി. ഇതൊന്ന് പഠിച്ചോണം. ഒരു കുറച്ച് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായ ഒരു ലോഗോ ആയിരുന്നു അത്. അതൊക്കെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷേ ഈ ലോഗോ ക്രിയേറ്റ് ചെയ്ത ആരാണെന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചോണം. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ബോസ് കൃഷ്ണമാചാരി. കേരളത്തിൻ്റെ 24 ഭൂപടങ്ങൾ ചേർത്ത് വെച്ചാണ് ലോഗോ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ 24 ഭൂപടങ്ങൾ ചേർത്ത് വെച്ചാണ് ലോഗോ സൃഷ്ടിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി വൃക്ഷം, മൃഗം, പക്ഷി, പുഷ്പം എന്നിവയെ പ്രഖ്യാപിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ്. ഔദ്യോഗികമായി വൃക്ഷം, മൃഗം, പക്ഷി, പുഷ്പം എന്നിവയെ പ്രഖ്യാപിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ് ഔദ്യോഗികമായി വൃക്ഷം, മൃഗം, പക്ഷി, പുഷ്പം എന്നിവയെ പ്രഖ്യാപിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജില്ല. ഔദ്യോഗിക മൃഗം ഏതാണ്? പാലപ്പൂവൻ ശുദ്ധജല ആമ. ഏതാണ്? പാലപ്പൂവൻ ശുദ്ധജല ആമ. അതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് കൻഡോർസ് ജയന്റ് സോഫ്റ്റ് ഷെൽ ടർട്ടിൽ. ഔദ്യോഗിക പുഷ്പം
പെരിയ പോളത്താലി. ഔദ്യോഗിക പുഷ്പം ഏതാണ്? പെരിയ പോളത്താലി. അപ്പോൾ കാസർഗോഡിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് പെരിയ പോളത്താലി. ഔദ്യോഗിക വൃക്ഷം പോയിസൺ നട്ട് ട്രീ. ഔദ്യോഗിക വൃക്ഷമാണ് പോയിസൺ നട്ട് ട്രീ. ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽപ്പരുന്ത്. ഔദ്യോഗിക പക്ഷിയാണ് വെള്ളവയറൻ കടൽപ്പരുന്ത്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറിൻ്റെ പേരിലാണ് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേരാണ് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറിൻ്റെ പേരിലാണ് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത്. ഇനിയിപ്പം നമുക്ക് കേരളത്തിലെ മന്ത്രിസഭ എന്ന് ഓടിച്ചു നോക്കാം. ദേവസ്വം മന്ത്രി VN വാസവൻ. ദേവസ്വം മന്ത്രി ആരാണ്? VM വാസവൻ. ദേവസ്വം മന്ത്രി വാസവൻ. ദേവസ്വം മന്ത്രി VN വാസവൻ. പട്ടികജാതി പട്ടികവർഗം OR കേളു. OR കേളു ആണ് പട്ടികജാതി പട്ടികവർഗ മന്ത്രി. പാർലമെൻ്ററി കാര്യം MB രാജേഷ്. പാർലമെൻ്ററി കാര്യം MB രാജേഷ്. ഗതാഗതം KB ഗണേഷ് കുമാർ. ഗതാഗതം KB ഗണേഷ് കുമാർ. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖ പുരാവസ്തു രാമചന്ദ്രൻ കടന്നപ്പള്ളി. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖ പുരാവസ്തു. മന്ത്രിസഭ പുനഃസംഘടനയെ തുടർന്ന് 2023 ഡിസംബറിൽ കേരള മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച മന്ത്രിമാരാണ് ആന്റണി രാജു ഗതാഗത വകുപ്പ്, അഹമ്മദ് ദേവർകോവിൽ തുറമുഖം മ്യൂസിയം പുരാവസ്തു. അപ്പോൾ മന്ത്രിസഭ പുനഃസംഘടനയെ തുടർന്ന് 2023 ഡിസംബറിൽ കേരള മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചത് ആരൊക്കെയാണ്? ആന്റണി രാജു. ആന്റണി രാജു ആരായിരുന്നു? ഗതാഗത മന്ത്രി. അഹമ്മദ് ദേവർകോവിൽ, അദ്ദേഹം ആരായിരുന്നു? തുറമുഖം മ്യൂസിയം പുരാവസ്തു വകുപ്പ്. ഇനി നമുക്ക് സിറ്റി ഗ്യാസ് പദ്ധതിയെക്കുറിച്ച് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് എത്തിക്കുന്ന പദ്ധതിയാണ് സിറ്റി ഗ്യാസ് പദ്ധതി. അപ്പം തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വീടുകളിലും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് എത്തിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സിറ്റി ഗ്യാസ് പദ്ധതി. ഇനി സാഗരകന്യക എന്താണെന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയത് സാഗരകന്യക ശില്പം. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പം എന്ന റെക്കോർഡ് നേടിയത് ഏതാണ്? സാഗരകന്യക ശില്പം. സാഗരകന്യക ശില്പം. സാഗരകന്യകയുടെ ശില്പി ആരാണ്? കാനായി കുഞ്ഞിരാമൻ. ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട പ്രതിമകളുടെയും ശില്പി ശ്രീ കാനായി കുഞ്ഞിരാമനാണ്. അതുപോലെ തന്നെ സാഗരകന്യകയുടെയും ശില്പി ആരാണ്? കാനായി കുഞ്ഞിരാമൻ. കാനായി കുഞ്ഞിരാമൻ. സാഗരകന്യക ശില്പം സ്ഥിതി ചെയ്യുന്നത് ശംഖുമുഖം ബീച്ച്, തിരുവനന്തപുരം. സാഗരകന്യക ശില്പം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശംഖുമുഖം ബീച്ച്. ശില്പങ്ങളെ വികൃതമാക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള സർക്കാരിൻ്റെ കേരളശ്രീ പുരസ്കാരം നിരസിച്ച വ്യക്തിയാണ് കാനായി കുഞ്ഞിരാമൻ. ഓർത്ത് വെച്ച് പഠിച്ചോളുക. ശില്പങ്ങളെ വികൃതമാക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള സർക്കാരിൻ്റെ കേരളശ്രീ പുരസ്കാരം നിരസിച്ച വ്യക്തിയാണ് ശ്രീ കാനായി കുഞ്ഞിരാമൻ. കാനായി കുഞ്ഞിരാമൻ. 2024 ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം മറൈൻ ഡ്രൈവിൽ ഉദ്ഘാടനം ചെയ്ത പ്രതിമ ഏത് മലയാള കവിയുടേതാണ്? ജി ശങ്കരക്കുറുപ്പിൻ്റെ. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം മറൈൻ ഡ്രൈവിൽ ഉദ്ഘാടനം ചെയ്ത പ്രതിമ ഏത് മലയാള കവിയുടേതെന്നാണ് ചോദ്യം. ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ പ്രതിമയാണ് 2024 ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളത്തുള്ള മറൈൻ ഡ്രൈവിൽ ഉദ്ഘാടനം ചെയ്തത്. ജി ശങ്കരക്കുറുപ്പിൻ്റെ പ്രതിമ. ജി ശങ്കരക്കുറുപ്പിൻ്റെ പ്രതിമയാണ് 2024 ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം മറൈൻ ഡ്രൈവിൽ ഉദ്ഘാടനം ചെയ്തത്. കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് കൊച്ചി. ഈ ശാസ്ത്ര കോൺഗ്രസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. കേരളം ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് എവിടെയാണ്? കൊച്ചി അല്ലെങ്കിൽ എറണാകുളം. കൊച്ചിയിലാണ് കേരളത്തിൽ ആദ്യമായി ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത്. ഇന്ത്യയിലെ ആദ്യ കൺസ്ട്രക്ഷൻ ഇന്നൊവേഷൻ നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൺസ്ട്രക്ഷൻ ഇന്നൊവേഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കൺസ്ട്രക്ഷൻ ഇന്നൊവേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചി അല്ലെങ്കിൽ എറണാകുളം. എറണാകുളത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ കൺസ്ട്രക്ഷൻ ഇന്നൊവേഷൻ നിലവിൽ വരുന്നത്.
കേരളത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് ന്യൂറോ എൻഡോസ്കോപ്പി സെൻറ്റർ ആരംഭിച്ചത് അമൃത ഹോസ്പിറ്റൽ കൊച്ചി. അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് ന്യൂറോ എൻഡോസ്കോപ്പി സെൻറ്റർ ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് ന്യൂറോ എൻഡോസ്കോപ്പി സെൻറ്റർ ആരംഭിച്ചത് അമൃത ഹോസ്പിറ്റൽ കൊച്ചി. രാജ്യത്തെ ആദ്യ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് കളമശ്ശേരി കൊച്ചിൻ. രാജ്യത്തെ ആദ്യ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? കളമശ്ശേരി കൊച്ചി അല്ലെങ്കിൽ എറണാകുളം. രാജ്യത്തെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് കളമശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ പാചകവാതക ഇറക്കുമതി ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ്? പുതുവൈപ്പിലാണ് കേരളത്തിലെ ആദ്യ പാചകവാതക ഇറക്കുമതി ടെർമിനൽ നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ പാചകവാതക ഇറക്കുമതി ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ്? പുതുവൈപ്പ് കൊച്ചിനിലാണ് കേരളത്തിലെ ആദ്യ പാചകവാതക ഇറക്കുമതി ടെർമിനൽ നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യ ഫുട്ബോൾ മ്യൂസിയം നിലവിൽ വരുന്നതും പുതുവൈപ്പിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഫുട്ബോൾ മ്യൂസിയം നിലവിൽ വരുന്നത് പുതുവൈപ്പ് കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഫുട്ബോൾ മ്യൂസിയം നിലവിൽ വരുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ രാജ്യത്തെ ഏറ്റവും വലിയ ആകാശപാത നിലവിൽ വരുന്നത് കൊച്ചി. ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ രാജ്യത്തെ ഏറ്റവും വലിയ ആകാശപാത നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ രാജ്യത്തെ ഏറ്റവും വലിയ ആകാശപാത നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി, ഇടപ്പള്ളി, അരൂർ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചി, ഇടപ്പള്ളി, അരൂർ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ ഓങ്കോളജി ലബോറട്ടറി സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓങ്കോളജി ലബോറട്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓങ്കോളജി ലബോറട്ടറി സ്ഥാപിച്ചത്. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓങ്കോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഓങ്കോളജി പലതവണ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്ത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി എന്നുള്ളത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്ത്യയിലെ ആദ്യ സഹകരണ കയറ്റുമതി കേന്ദ്രം നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ കയറ്റുമതി കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് മേപ്പാടി. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മേപ്പാടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ 5 സ്റ്റാർ ഹോട്ടൽ എന്ന പദവി ലഭിച്ചത് സപ്തദ റിസോർട്ട് സുൽത്താൻ ബത്തേരി. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ 5 സ്റ്റാർ ഹോട്ടൽ എന്ന പദവി ലഭിച്ചത് ഏതിനാണ്? സപ്തദ റിസോർട്ട് സുൽത്താൻ ബത്തേരി, വയനാട്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ 5 സ്റ്റാർ ഹോട്ടൽ എന്ന പദവി ലഭിച്ചത് ആർക്കാണ്? സപ്തദ റിസോർട്ട് സുൽത്താൻ ബത്തേരി, വയനാട്. മങ്കി പോക്സ് അല്ലെങ്കിൽ വാനര വസൂരി സ്ഥിരീകരിച്ച കേരളത്തിലെ രണ്ടാമത്തെ ജില്ല കണ്ണൂര്. മങ്കി പോക്സ് അല്ലെങ്കിൽ വാനര വസൂരി സ്ഥിരീകരിച്ച കേരളത്തിലെ രണ്ടാമത്തെ ജില്ലയാണ് കണ്ണൂര്. മങ്കി പോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ രണ്ടാമത്തെ ജില്ല കണ്ണൂര്. മുൻ കേരള മുഖ്യമന്ത്രിയായ EK നയനാരുടെ പേരിൽ മ്യൂസിയം നിലവിൽ വരുന്നത് ഭരണശ്ശേരിയിലാണ്. മുൻ കേരള മുഖ്യമന്ത്രിയായ EK നയനാരുടെ പേരിൽ മ്യൂസിയം നിലവിൽ വരുന്നത്. കേരളത്തിൽ ആദ്യമായി ജയിലുകളോട് ചേർന്ന് പെട്രോൾ പമ്പ് സ്ഥാപിച്ചത് എവിടെയാണ്? വിയ്യൂർ സെൻട്രൽ ജയിലിനോട് ചേർന്ന്. കേരളത്തിൽ ആദ്യമായി ജയിലുകളോട് ചേർന്ന് പെട്രോൾ പമ്പ് സ്ഥാപിച്ചത് വിയ്യൂർ സെൻട്രൽ ജയിലിനോട് ചേർന്നാണ് കേരളത്തിൽ ആദ്യമായി പെട്രോൾ പമ്പ് സ്ഥാപിച്ചത്. പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബില്ല് പാസാക്കിയ സംസ്ഥാനം കേരളം. പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബില്ല് പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. സംസ്ഥാന സർക്കാർ പാസാക്കിയ പൊതുജനം ആരോഗ്യ ബില്ലാണ് പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയത്. അപ്പോൾ ഏത് ബില്ലാണ്? പൊതുജനം ആരോഗ്യം എന്ന ബില്ലാണ് പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയത്. പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബില്ല് പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. സംസ്ഥാന സർക്കാർ പാസാക്കിയ പൊതുജനം ആരോഗ്യം എന്ന ബില്ലാണ് പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയത്. 2024 പ്രവർത്തനം അവസാനിപ്പിച്ച കേരളത്തിലെ ആദ്യ പൊതുമേഖലാ കമ്പനി ഹിൽ ഇന്ത്യ. 2024 പ്രവർത്തനം അവസാനിപ്പിച്ച കേരളത്തിലെ ആദ്യ പൊതുമേഖലാ കമ്പനിയാണ് ഹിൽ ഇന്ത്യ. രാജ്യത്തെ ആദ്യത്തെ
ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം കേരളം. രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനമാണ് കേരളം. എറണാകുളം ജില്ലയിലാണ് ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയത്. ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധശേഷി അളന്ന് ക്രോഡീകരിക്കുന്നതാണ് ആൻറ്റിബയോഗ്രാം. അപ്പോൾ ആൻറ്റിബയോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധശേഷി അളന്ന് ക്രോഡീകരിക്കുന്നതാണ് ആൻറ്റിബയോഗ്രാം. രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഏത് ജില്ലയിലാണ് അത് ആദ്യമായിട്ട് പുറത്തിറക്കിയത്? എറണാകുളം ജില്ലയിലാണ് ആദ്യമായിട്ട് ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയത്. കേരളത്തിലെ ആദ്യ എസ്കലേറ്റർ കം എലിവേറ്റർ ഫുട് ഓവർ ബ്രിഡ്ജ് നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ എസ്കലേറ്റർ കം എലിവേറ്റർ ഫുട് ഓവർ ബ്രിഡ്ജ് നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യ എസ്കലേറ്റർ കം എലിവേറ്റർ ഫുട് ഓവർ ബ്രിഡ്ജ് നിലവിൽ വരുന്നത് കോഴിക്കോട്. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റിയാണ് വടകര, കോഴിക്കോട്. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റിയാണ് വടകര, കോഴിക്കോട്. വടകര മുനിസിപ്പാലിറ്റിയാണ് സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റി. 2023 സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഏതാണ്? കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ 2023 സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യ സർക്കാർ സർഫിംഗ് സ്കൂൾ നിലവിൽ വന്നത് ബേപ്പൂരിലാണ് കേരളത്തിലെ ആദ്യ സർക്കാർ സർഫിംഗ് സ്കൂള് നിലവിൽ വന്നത്. സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ചേളന്നൂർ ഗ്രാമപഞ്ചായത്താണ് സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ചേളന്നൂരാണ് സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ കീഴിൽ ആദ്യ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്ന സ്ഥലം വലിയങ്ങാടി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ കീഴിൽ ആദ്യ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്ന സ്ഥലം ഏതാണ്? വലിയങ്ങാടി, കോഴിക്കോട് വലിയങ്ങാടിയിലാണ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ കീഴിൽ ആദ്യത്തെ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്നത്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയ ആദ്യത്തെ ഹയർ സെക്കൻഡറി സ്കൂള് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാലുശ്ശേരി. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാലുശ്ശേരി. എവിടെയാണ്? കോഴിക്കോട്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാലുശ്ശേരി. രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട്. രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയാണ് വയനാട് ജില്ലയാണ് രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല. കേന്ദ്ര കുടുംബസുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ലയാണ് വയനാട്. കേന്ദ്ര കുടുംബസുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ് കേന്ദ്ര കുടുംബസുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ലയാണ് വയനാട്. മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് മീനങ്ങാടി പഞ്ചായത്തിനാണ് മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചത്. മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്താണ് മീനങ്ങാടി പഞ്ചായത്താണ് മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചത്. മീനങ്ങാടി പഞ്ചായത്ത്. സംസ്ഥാനത്തെ ആദ്യ ഡിജിറ്റൽ പട്ടയ വിതരണം നടത്തുന്ന ജില്ല മലപ്പുറം. അപ്പം മലപ്പുറം ജില്ലയാണ് സംസ്ഥാനത്ത് ആദ്യ ഡിജിറ്റൽ പട്ടയ വിതരണം നടത്തുന്ന ജില്ല മലപ്പുറം ജില്ലയാണ് സംസ്ഥാനത്ത് ആദ്യ ഡിജിറ്റൽ പട്ടയ വിതരണം നടത്തുന്ന ജില്ല മലപ്പുറം. കേരളത്തിലെ ആദ്യ മിനിയേച്ചർ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് കൊടികുത്ത
കൊടികുത്ത എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യ മിനിയേച്ചർ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത്. കൊടികുത്ത എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യ മിനിയേച്ചർ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത്. യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോട്. കോഴിക്കോടിനാണ് യുനെസ്കോയുടെ സാഹിത്യ പദവി ആദ്യമായി ലഭിച്ച ഇന്ത്യയിലെ നഗരം. കോഴിക്കോടാണ് യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം. സംഗീത നഗരം പദവി ലഭിച്ച ഇന്ത്യയിലെ നഗരം ഗ്വാളിയോർ. സംഗീത നഗരം പദവി ലഭിച്ച ഇന്ത്യയിലെ നഗരമാണ് ഗ്വാളിയോറിനാണ് സംഗീത നഗരം പദവി ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട്. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ, കോഴിക്കോട്. സംസ്ഥാനത്തെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്കാണ് മാനാഞ്ചിറ, കോഴിക്കോട്. കേരളത്തിലെ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് കുറ്റിപ്പുറം. കേരളത്തിലെ ആദ്യത്തെ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് കുറ്റിപ്പുറത്താണ് കേരളത്തിലെ ആദ്യത്തെ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യമായി അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനം നിലവിൽ വരുന്ന ജില്ല കോഴിക്കോട് ജില്ലയിലാണ് ഇന്ത്യയിൽ ആദ്യമായി അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനം നിലവിൽ വരുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിലാണ് ഇന്ത്യയിൽ ആദ്യമായി അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനം നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി സ്ഥാപിതമാകുന്നത് കോഴിക്കോടാണ് സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി സ്ഥാപിതമാകുന്നത്. അപ്പോൾ എവിടെയാണ്? കോഴിക്കോടാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി സ്ഥാപിതമാകുന്നത്. ട്രാൻസ്മുദ്ര എന്ന പേരിലാണ് ഫിലിം സൊസൈറ്റി അറിയപ്പെടുക. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ കുടുംബ കോടതി കോഴിക്കോട് കുടുംബക്കോടതിയാണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ കുടുംബ കോടതി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ കുടുംബ കോടതി ഏതാണ്? കോഴിക്കോട് ശിശു സൗഹൃദ കുടുംബ കോടതി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ കുടുംബ കോടതി ഏതാണ്? കോഴിക്കോട് കുടുംബ കോടതിയാണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ കുടുംബ കോടതി. അവിടുത്തെ പ്രത്യേക കോടതി മുറി അറിയപ്പെടുന്നത് സ്വപ്നക്കൂട്. എന്താണ്? സ്വപ്നക്കൂട്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പോക്സോ കോടതി നിലവിൽ വരുന്നത് കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പോക്സോ കോടതി നിലവിൽ വരുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പോക്സോ കോടതി നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പോക്സോ കോടതി നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് വെയർഹൗസിംഗ് സോൺ നിലവിൽ വരുന്നത് എവിടെയാണ്? എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് വെയർഹൗസിംഗ് സോൺ നിലവിൽ വരുന്നത് എറണാകുളത്താണ് കേരളത്തിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് വെയർഹൗസിംഗ് സോൺ നിലവിൽ വരുന്നത്. എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യ ജില്ല തൃശ്ശൂർ ജില്ലയ്ക്കാണ് എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. അപ്പോൾ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യ ജില്ലയാണ് തൃശ്ശൂർ. കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ച് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? കോഴിക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ച്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ നമസ്കാര ഹാൾ നിലവിൽ വരുന്നത് ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ നമസ്കാര ഹാൾ നിലവിൽ വരുന്നത്. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൻ്റെ ആദ്യ ഉപകേന്ദ്രം നിലവിൽ വന്നത് ചാലക്കുടി തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൻ്റെ ആദ്യ ഉപകേന്ദ്രം നിലവിൽ വന്നത്. ചാലക്കുടി തൃശ്ശൂർ. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൻ്റെ ആദ്യ ഉപകേന്ദ്രം നിലവിൽ വന്നത് ചാലക്കുടി തൃശ്ശൂർ. സംസ്ഥാനത്തെ ആദ്യ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വന്ന സ്ഥലം
കമ്പാലത്തറയിലാണ് സംസ്ഥാനത്തെ ആദ്യ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വന്നത്. സംസ്ഥാനത്തെ ആദ്യ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വന്ന സ്ഥലമാണ് കമ്പാലത്തറയിലാണ് സംസ്ഥാനത്തെ ആദ്യ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ നാപ്കിൻ സംസ്കരണ സംവിധാനം നിലവിൽ വരുന്നത് പാലക്കാടാണ് കേരളത്തിലെ ആദ്യ നാപ്കിൻ സംസ്കരണ സംവിധാനം നിലവിൽ വരുന്നത്. എവിടെയാണ്? പാലക്കാടാണ് കേരളത്തിലെ ആദ്യ നാപ്കിൻ സംസ്കരണ സംവിധാനം നിലവിൽ വരുന്നത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 2024 ഉഷ്ണതരംഗം പ്രവചിച്ച ജില്ല പാലക്കാട്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 2024 ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ലയാണ് പാലക്കാട് ജില്ലയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 2024 ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ല. കേരളത്തിൽ ആദ്യമായാണ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. കേരളത്തിലെ ആദ്യ ട്രൈബൽ താലൂക്ക് നിലവിൽ വന്നത് അട്ടപ്പാടി. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് ഏതാണ്? അട്ടപ്പാടിയാണ് കേരളത്തിലെ ആദ്യ ട്രൈബൽ താലൂക്ക്. ഏതാണ്? അട്ടപ്പാടി. ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലെ അട്ടപ്പാടിയാണ് കേരളത്തിലെ ആദ്യ ട്രൈബൽ താലൂക്ക്. സംസ്ഥാനത്ത് ആദ്യമായി 25 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഹൈഡ്രോ കൈനറ്റിക് ടർബൈൻ പദ്ധതി നിലവിൽ വന്നത് ചിറ്റൂര്, പാലക്കാട്. സംസ്ഥാനത്ത് ആദ്യമായി 25 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഹൈഡ്രോ കൈനറ്റിക് ടർബൈൻ പദ്ധതി നിലവിൽ വന്നത് എവിടെയാണ്? ചിറ്റൂര്, പാലക്കാട് ചിറ്റൂരിലാണ് സംസ്ഥാനത്ത് ആദ്യമായി 25 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഹൈഡ്രോ കൈനറ്റിക് ടർബൈൻ പദ്ധതി നിലവിൽ വന്നത്. ഇന്ത്യയിലെ പട്ടികവർഗ മാനേജ്മെൻറ്റ് എയ്ഡഡ് കോളേജുകൾ നിലവിൽ വരുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ പട്ടികവർഗ മാനേജ്മെൻറ്റ് എയ്ഡഡ് കോളേജുകൾ നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? കേരളത്തിലാണ് ഇന്ത്യയിലെ പട്ടികവർഗ മാനേജ്മെൻറ്റ് എയ്ഡഡ് കോളേജുകൾ നിലവിൽ വരുന്നത്. ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച് പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാനാണ് ജസ്റ്റിസ് JB കോശി. ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച് പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? JB കോശിയാണ്. ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവയെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്, കോട്ടയം. അപ്പോൾ വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാനായിട്ട് റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. റോബോട്ടിൻ്റെ പേര് എലിക്കുളം എലീന. ഗ്രാമങ്ങളിലെ മാലിന്യ സംസ്കരണത്തിനുള്ള സൗകര്യങ്ങൾ കണക്കിലെടുത്ത് സമ്പൂർണ്ണ വെളിയിട വിസർജന വിമുക്തി പ്ലസ് പദവി നേടിയ സംസ്ഥാനങ്ങൾ കേരളം, കർണാടക, തെലങ്കാന. അപ്പോൾ ഗ്രാമങ്ങളിലെ മാലിന്യ സംസ്കരണത്തിനുള്ള സൗകര്യങ്ങൾ കണക്കിലെടുത്ത് സമ്പൂർണ്ണ വെളിയിട വിസർജന മുക്തി പ്ലസ് പദവി നേടിയ സംസ്ഥാനങ്ങളാണ് കേരളം, കർണാടക, തെലങ്കാന. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം സിയാൽ, അതായത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ഏതാണ്? സിയാൽ അല്ലെങ്കിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. 4 വീലർ ലൈസൻസ് ലഭിക്കുന്ന ഇരു കൈകളും ഇല്ലാത്ത ഏഷ്യയിലെ ആദ്യത്തെ വനിത ലിജു മോള്. 4 വീലർ ലൈസൻസ് ലഭിക്കുന്ന ഇരു കൈകളും ഇല്ലാത്ത ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ് ലിജു മോള്. KSRTCയുടെ സ്വതന്ത്ര കമ്പനിയായ KSRTC സ്വിഫ്റ്റിൻ്റെ ആസ്ഥാനം ആനയറ, തിരുവനന്തപുരം. അപ്പോൾ KSRTC സ്വിഫ്റ്റിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആനയറ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ പുതുക്കിയ വേഗപരിധി അനുസരിച്ച് ഇരുചക്ര വാഹനങ്ങളുടെ പരമാവധി വേഗതയാണ് 60 km/മണിക്കൂർ. സംസ്ഥാനത്തെ പുതുക്കിയ വേഗപരിധി അനുസരിച്ച് ഇരുചക്ര വാഹനങ്ങളുടെ പരമാവധി വേഗതയാണ് 60 km/h.
KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റിനായി ഉപയോഗിക്കുന്ന ആപ്പാണ് ചലോ ആപ്പ്. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റിനായി ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണ്? ചലോ ആപ്പ്. ചലോ ആപ്പാണ് KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റിനായി ഉപയോഗിക്കുന്നത്. സർക്കാർ ബസ്സുകൾക്ക് പുറമെ സ്വകാര്യ ബസ്സുകളിലും 40% ഭിന്നശേഷി ഉള്ളവർക്ക് ഇളവ് പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. സർക്കാർ ബസ്സുകൾക്ക് പുറമെ സ്വകാര്യ ബസ്സുകളിലും 40% ഭിന്നശേഷി ഉള്ളവർക്ക് ഇളവ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് സർക്കാർ ബസ്സുകൾക്ക് പുറമെ സ്വകാര്യ ബസ്സുകളിലും 40% ഭിന്നശേഷിയുള്ളവർക്ക് ഇളവ് പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ്. 2023 ഏപ്രിൽ 1 മുതൽ കേരളത്തിൽ മുദ്രപത്രങ്ങൾക്കായി ഇ സ്റ്റാമ്പിംഗ് നിലവിൽ വന്നു. അപ്പോൾ എന്ന് മുതലാണ് ഇ സ്റ്റാമ്പിംഗ് നിലവിൽ വന്നത്? 2023 ഏപ്രിൽ 1 മുതൽ കേരളത്തിൽ മുദ്രപത്രങ്ങൾക്കായി ഇ സ്റ്റാമ്പിംഗ് നിലവിൽ വന്നത് 2023 ഏപ്രിൽ 1. ഇന്ത്യയിലെ ആദ്യത്തെ അസിസ്റ്റഡ് റിയാലിറ്റി ആംബുലൻസ് ആണ് അപ്പോക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ അസിസ്റ്റഡ് റിയാലിറ്റി ആംബുലൻസ് ഏതാണ്? അപ്പോക്ക്. കേരളത്തിലെ ആദ്യത്തെ 5G എനേബിൾഡ് ലൈവ് ആംബുലൻസുമാണ് അപ്പോക്ക്. മെഡിക്കൽ സ്റ്റാർട്ടപ്പ് കമ്പനിയായ അപ്പോത്തിക്കിരിയുടെ സംരംഭമാണ് അപ്പോക്ക്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ 5G എനേബിൾഡ് ലൈവ് ആംബുലൻസ് ആണ് അപ്പോക്ക്. മെഡിക്കൽ സ്റ്റാർട്ടപ്പ് കമ്പനിയായ അപ്പോത്തിക്കിരിയുടെ സംരംഭമാണ് അപ്പോക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ അസിസ്റ്റന്റ് റിയാലിറ്റി ആംബുലൻസ് ഏതാണ്? അപ്പോക്ക്. അപ്പോക്ക്. റിലയൻസ് ജിയോയുടെ 5G സേവനം കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച സ്ഥലങ്ങൾ കൊച്ചി, ഗുരുവായൂർ. റിലയൻസ് ജിയോയുടെ 5G സേവനം കേരളത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലും ഗുരുവായൂരും. കൊച്ചിയിലും ഗുരുവായൂരിലുമാണ് റിലയൻസ് ജിയോയുടെ 5G സേവനം കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചത്. 2023 റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്ത് ക്ഷയരോഗ വ്യാപനം ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. 2023 റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്ത് ക്ഷയരോഗ വ്യാപനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം. അപ്പോൾ കേരളമാണ് 2023 റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്ത് ക്ഷയരോഗ വ്യാപനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഗ്രാമീണ മേഖലയിൽ ഇൻ്റർനെറ്റ് സേവനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളം. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഗ്രാമീണ മേഖലയിൽ ഇൻ്റർനെറ്റ് സേവനം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളമാണ് ട്രായുടെ കണക്ക് പ്രകാരം ഗ്രാമീണ മേഖലയിൽ ഇൻ്റർനെറ്റ് സേവനം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം. സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച അനുകരണകല മിമിക്രി. സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച അനുകരണ കലയാണ് മിമിക്രി. കേരളത്തിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് ഏലൂർ നഗരസഭ, എറണാകുളം. കേരളത്തിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച നഗരസഭ ഏലൂർ നഗരസഭ, എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിലെ ഏലൂർ നഗരസഭയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. നമുക്കിനി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം. ലോകയുക്ത ബില്ല്. ലോകയുക്ത ഭേദഗതി ഓർഡിനൻസ് നിലവിൽ വന്നത് 2022 ഫെബ്രുവരി 7. 2022 ഫെബ്രുവരി 7 ലോകയുക്ത ഭേദഗതി ഓർഡിനൻസ് നിലവിൽ വന്നത്. വളരെ ഇമ്പോർട്ടൻ്റ്. ലോകയുക്ത ഭേദഗതി ഓർഡിനൻസ് നിലവിൽ വന്നതെന്നാണ് 2022 ഫെബ്രുവരി 7. 1999 14-ാം വകുപ്പാണ് ഭേദഗതി ചെയ്തത്. 1999 14-ാം വകുപ്പാണ് ഭേദഗതി ചെയ്തത്. പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാൽ അവരെ സ്ഥാനഭ്രഷ്ടരാക്കുന്നതിനുള്ള വിധി സംസ്ഥാന സർക്കാരിന് തള്ളാനും കൊള്ളാനും അധികാരമുണ്ടാകും. ഇത് പ്രകാരം പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാൽ അവരെ സ്ഥാനഭ്രഷ്ടരാക്കാനുള്ള വിധി സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ തള്ളാനും വേണമെങ്കിൽ സ്വീകരിക്കാനും അധികാരം ഉണ്ടാകും. ലോകയുക്ത വിധിയിന്മേൽ വാദം കേട്ട് ഗവർണർ, മുഖ്യമന്ത്രി, സർക്കാർ എന്നിവർക്ക് തീരുമാനമെടുക്കാം. ലോകയുക്ത വിധിയിന്മേൽ വാദം കേട്ട് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും സർക്കാരിനും എന്നിവർക്ക് തീരുമാനം എടുക്കാം. ഭേദഗതി പ്രകാരം വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്ക് പുറമെ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയും നിയമിക്കാം. അപ്പോൾ ലോകയുക്തയായിട്ട് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്ക് പുറമെ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയും നിയമിക്കാം ലോകയുക്തയായിട്ട്.
ലോകയുക്തയിലെ ന്യായാധിപന്മാരുടെ പരമാവധി പ്രായം 70 വയസ്സായി നിജപ്പെടുത്തി. ലോകയുക്തയിലെ ന്യായാധിപന്മാരുടെ പരമാവധി പ്രായം എത്രയാണ്? 70 വയസ്സായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. ലോകയുക്ത അവധിയിലോ ഒഴിവ് വരികയോ ചെയ്താൽ മുതിർന്ന ലോകയുക്തയ്ക്ക് ചുമതല വഹിക്കാം. ലോകയുക്ത അവധിയിലോ അല്ലെങ്കിൽ ഒഴിവ് വരികയോ ചെയ്താൽ മുതിർന്ന ലോകയുക്തയ്ക്ക് ചുമതല വഹിക്കാം. കേരളത്തിലെ ലോകയുക്ത നിയമ ഭേദഗതി നിയമസഭ പാസാക്കിയെങ്കിലും നിയമം ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. നിയമനം UGC ചട്ടപ്രകാരമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേരളത്തിൽ ആദ്യമായി സുപ്രീം കോടതി പുറത്താക്കിയ വൈസ് ചാൻസലറാണ് MS രാജശ്രീ സാങ്കേതിക സർവകലാശാല. അപ്പോൾ നിയമനം UGC ചട്ടപ്രകാരമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേരളത്തിൽ ആദ്യമായിട്ട് സുപ്രീം കോടതി പുറത്താക്കിയ വൈസ് ചാൻസലറാണ് MS രാജശ്രീ. MS രാജശ്രീയെയാണ് നിയമനം UGC ചട്ടപ്രകാരമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേരളത്തിൽ ആദ്യമായി സുപ്രീം കോടതി പുറത്താക്കിയ വൈസ് ചാൻസലർ. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ഓഫീസായി മാറുന്നത് ആറ്റിങ്ങൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസാണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ഓഫീസായി മാറുന്നത് ആറ്റിങ്ങൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്. രക്തദാനത്തിനായി അവധി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല. രക്തദാനത്തിനായി അവധി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാല കേരള കാർഷിക സർവകലാശാല. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാലയാണ് കേരള കാർഷിക സർവകലാശാല. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാലയാണ് കേരള കാർഷിക സർവകലാശാല. കേരളത്തിൽ ആദ്യ ഓപ്പൺ ഡാറ്റ ലാബ് നിലവിൽ വരുന്നത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജ്. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ഡാറ്റ ലാബ് നിലവിൽ വരുന്നത് എവിടെയാണ്? കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലാണ്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലാണ് കേരളത്തിലെ ആദ്യ ഓപ്പൺ ഡാറ്റ ലാബ് നിലവിൽ വരുന്നത്. കേരളത്തിലെ 4 വർഷം ബിരുദ കോഴ്സ് ആരംഭിക്കുന്ന ആദ്യ സർവകലാശാല കേരള സർവകലാശാല. കേരളത്തിലെ 4 വർഷം ബിരുദ കോഴ്സ് ആരംഭിക്കുന്ന ആദ്യ സർവകലാശാല ഏതാണ്? കേരള സർവകലാശാല. കേരള സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യ 4 വർഷം ബിരുദ കോഴ്സ് ആരംഭിക്കുന്നത്. സേവനം അവകാശമായി അംഗീകരിച്ച് സേവനാവകാശ നിയമനം നടപ്പിലാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ സർവകലാശാല ഏതാണ്? അതും കേരള സർവകലാശാലയാണ്. സേവനം അവകാശമായി അംഗീകരിച്ച് സേവന അവകാശ നിയമം നടപ്പാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ സർവകലാശാല ഏതാണ്? കേരള സർവകലാശാല. കേരള സർവകലാശാലയാണ് സേവനം അവകാശമായി അംഗീകരിച്ച് സേവന അവകാശ നിയമം നടപ്പാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ സർവകലാശാല. സ്കൂളുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം കേരളം. സ്കൂളുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. കേരളമാണ് സ്കൂളുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം. കേരളത്തിൽ ആദ്യമായി ബാർകോഡ് അധിഷ്ഠിത സംവിധാനത്തിലൂടെ ബിരുദ പരീക്ഷാ ഫലം അതിവേഗം പ്രസിദ്ധീകരിച്ച സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ബാർകോഡ് അധിഷ്ഠിത സംവിധാനത്തിലൂടെ ബിരുദ പരീക്ഷാ ഫലം അതിവേഗം പ്രസിദ്ധീകരിച്ച സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല. കാലിക്കറ്റ് സർവകലാശാലയാണ് കേരളത്തിൽ ആദ്യമായി ബാർകോഡ് അധിഷ്ഠിത സംവിധാനത്തിലൂടെ ബിരുദ പരീക്ഷാ ഫലം അതിവേഗം പ്രസിദ്ധീകരിച്ചത്. 2024 അധ്യയന വർഷം മുതൽ സ്കൂളുകളിലെ സാമൂഹിക ശാസ്ത്ര വിഷയത്തിൽ പോക്സോ നിയമത്തിൻ്റെ ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. അപ്പം 2024 അധ്യയന വർഷം മുതൽ സ്കൂളുകളിലെ സാമൂഹിക ശാസ്ത്ര വിഷയത്തിൽ പോക്സോ നിയമത്തിൻ്റെ ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളമാണ് 2024 അധ്യയന വർഷം മുതൽ സ്കൂളുകളിലെ സാമൂഹിക ശാസ്ത്ര വിഷയത്തിൽ പോക്സോ നിയമത്തിൻ്റെ ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം. കെ-റീപ്പ് എന്താണ്? കെ-റീപ്പ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ഭരണകാര്യങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് കെ-റീപ്പ്. അപ്പോൾ കെ-റീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ഭരണകാര്യങ്ങൾ ഒരു കിടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് കെ-റീപ്പ്. കെ-റീപ്പ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ഭരണകാര്യങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് കെ-റീപ്പ്. കെ-റീപ്പ്
മികച്ച വിദ്യാഭ്യാസ ഉള്ളടക്കം സംബന്ധിച്ച് നൂതന ആശയം പൂർത്തീകരിക്കുന്നതിനുള്ള സഹായം നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കൈറ്റ് ഒരുക്കുന്ന ഡിജിറ്റൽ സ്റ്റുഡിയോ സംവിധാനമാണ് കൈറ്റ് ലെൻസ്. അപ്പോൾ കൈറ്റ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മികച്ച വിദ്യാഭ്യാസ ഉള്ളടക്കം സംബന്ധിച്ച് നൂതന ആശയം പൂർത്തീകരിക്കുന്നതിനുള്ള സഹായം നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കൈറ്റ് ഒരുക്കുന്ന ഡിജിറ്റൽ സ്റ്റുഡിയോ സംവിധാനമാണ് കൈറ്റ് ലെൻസ്. കൈറ്റ് ലെൻസ്. അപ്പോൾ കൈറ്റ് ലെൻസ് എന്ന് പറഞ്ഞാൽ മികച്ച വിദ്യാഭ്യാസ ഉള്ളടക്കം സംബന്ധിച്ച് നൂതന ആശയം പൂർത്തീകരിക്കുന്നതിനുള്ള സഹായം നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കൈറ്റ് ഒരുക്കുന്ന ഡിജിറ്റൽ സ്റ്റുഡിയോ സംവിധാനം. കൈറ്റ് ലെൻസ്. കൈറ്റ് ലെൻസ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ എന്ന സെഗ്മെൻറ്റിലെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണും വരേക്കും ഗുഡ് ബൈ.